السلام عليكم ورحمة الله. إن الحمد لله الواحد القهار العزيز الجبار غافر الذنب وقابل التوب. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ما لكم لا ترجون لله وقارا. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഈ ഭൗതിക ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ പുണ്യകരമായ ദിനരാത്രങ്ങൾ ഓരോന്നായി നമ്മളിലൂടെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ തുടങ്ങി എന്ന ഒരു ചിന്ത മനസ്സിൽ ശക്തിപ്പെടുമ്പോഴേക്ക് ഒന്നാമത്തെ ആഴ്ച നമ്മളോട് വിട പറഞ്ഞു. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ എൻ്റെ നോമ്പിലൂടെ ആത്മീയമായി എന്തൊക്കെ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളും അതേസമയം ഓർക്കുന്ന സമയത്ത് തളർന്നു പോകുന്ന സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ പലരെയും ഓർക്കാറുണ്ട്, അനുസ്മരിക്കാറുണ്ട്. അന്ന് ആ മനുഷ്യൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അന്ന് ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക്, ആ സമയത്ത് അയാൾ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പലരെക്കുറിച്ചും ഓർക്കാറുണ്ട്, അനുസ്മരിക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു തന്നാൽ നമ്മൾ അവരോട് താങ്ക്സ്, നന്ദി പറയും. തിരിച്ച് നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്ത് ഒരു നന്ദി വാക്കുപോലും പറയാതെ അദ്ദേഹം നമ്മളോട് പിരിഞ്ഞു പോകുമ്പോ നമ്മൾ അറിയാതെ പറയും, ഒരു നന്ദിയില്ലാത്തവൻ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നന്ദി ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തത്. എന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തികട്ടി വരുന്ന ഒരു വേദനയായി അത് മാറും. എന്താണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും നന്ദി ആഗ്രഹിക്കുന്ന പ്രവർത്തനം? വീട്ടിൽ വന്നൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വെള്ളം കുടിക്കാൻ കൊടുത്തത്, ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ആ ഫോം പൂരിപ്പിച്ചു കൊടുത്തത്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് താഴെ വീണത് കൈകളിൽ തിരിച്ചേൽപ്പിച്ചത്. ഇത്തരം നിസ്സാരമായ പ്രവർത്തനങ്ങൾക്ക് ഭൗതിക ലോകത്ത് നന്ദി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ജീവിക്കാനുള്ള സൗകര്യങ്ങളും
കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും ഈ ഭൗതിക ലോകത്ത് ഒരു ഓഫീസറുടെ മുന്നിലും വരി നിൽക്കാതെ, ഒരു ഉദ്യോഗസ്ഥന്റെയും കാല് പിടിക്കാതെ, ഒരു ഓഫീസിലും അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കാതെ, അത് നമുക്ക് സംവിധാനിച്ച പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്നിടത്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭൗതിക ലോകത്ത് നിസ്സാരമായ പ്രവർത്തനങ്ങൾക്ക് നന്ദി ആഗ്രഹിക്കുമ്പോ ആത്യന്തികമായ പടച്ച റബ്ബിന് നന്ദി കാണിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഞാൻ ആമുഖമായി ഓതിക്കൽപ്പിച്ച വചനം മാലക്കും ലാ തുർജൂന ലില്ലാഹി വഖാറ, എന്താണ് അള്ളാഹുവിന് ഒരു വഖാറത്ത് കാണാത്തത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണലാരണ്യത്തിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ കൂടെ ആളെ കൂട്ടണമെങ്കിൽ റസൂലുള്ളാഹി ആദ്യമായി അവരുടെ മുന്നിൽ പ്രഖ്യാപിക്കേണ്ടത് മദ്യനിരോധനത്തെ കുറിച്ച് സംസാരിക്കലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളെ കൂട്ടണമെങ്കിൽ പെൺപീഡകർക്കെതിരെ ആദ്യമായി നിലപാട് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അമേരിക്കയുടെ ഐക്യനാടുകളിൽ അബ്രഹാം ലിങ്കൺ പ്രഖ്യാപിച്ചതുപോലെ അടിമത്ത നിരോധന നിയമവുമായിട്ട് റസൂലുള്ളാഹിക്ക് കടന്നു വരാമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കണം, തുഫ്ലിഹു, അത് നിങ്ങളെ വിജയിപ്പിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അത്ഭുതത്തെ കുറിച്ച് ലോകം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ആകാശങ്ങളിലൂടെ പാറിപ്പറക്കാനും സമുദ്രത്തിന്റെ ആഴക്കടലുകളിലൂടെ നീന്തിക്കളിക്കാനും അത്ഭുതകരമായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകുമ്പോ ഈ ഭൗതിക ലോകത്ത് എന്റെ താടിയിലെ ഒരു രോമം നിരക്കുമ്പോ ആ രോമത്തോട് നിരക്കരുതെന്ന് പറയാൻ ഒരധികാരവുമില്ലാത്തവനാ ഞാൻ. ഈ ഭൗതിക ലോകത്തിന്റെ താടിയിലെ രോമത്തെ പിടിച്ചു നിർത്താൻ എനിക്ക് ഈ ലോകത്ത് ഒരു അധികാരവുമില്ല. ഒരു മാസ്കിന് മുൻ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, സാനിറ്റൈസർ പുരട്ടുമ്പോ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രോഗാണുവാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ കോവിഡ് എന്ന പേരിൽ ലോകത്ത് തകർത്ത് കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സാധിച്ചിട്ടില്ല നമുക്ക്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരരാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം, അള്ളാഹുവിന്റെ ഖിലാഫത്തിന്റെ ഭൂമികയിൽ അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിലൂടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് നമ്മൾ അറിയണം. വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത് ഒരേ സമയം നമ്മുടെ മനസ്സിൽ ആശ്വാസമായി മാറണം, അതേസമയം നമ്മുടെ മനസ്സിനതൊരു പേടിയായി മാറണം. പാലിൽ വെള്ളം ചേർക്കാൻ പറയുന്ന സമയത്ത് ഉമ്മ നിങ്ങൾ പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു അത് കാണില്ലെങ്കിലും അള്ളാഹു അത് കാണില്ലേ എന്ന ബോധം കൊണ്ട് പാലിൽ വെള്ളം ചേർക്കാത്ത ഒരു പാൽക്കാരി പെണ്ണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അള്ളാഹു കൂടെയുണ്ട് എന്ന പേടിയായിരുന്നു. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ആളിക്കത്തുന്ന അഗ്നിനാളമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴും ആ തീക്കുണ്ടാരത്തെ, ആ പരീക്ഷണത്തെ സ്വീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിന് കരുത്തു നൽകിയത് അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന ആശ്വാസമായിരുന്നു. ഒരേ സമയം അള്ളാഹുവിനുള്ള വിശ്വാസം എനിക്ക് ആശ്വാസമായി മാറണം, അതേസമയം അള്ളാഹുവിനുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുകയും ചെയ്യണം. നമ്മളെപ്പോലെ ഇശാ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പള്ളിയിൽ ജിദ്ദയിൽ നടന്ന ഒരു സംഭവമാണ്. ആ ജിദ്ദയിലെ പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് 80 വയസ്സ് പ്രായമുള്ള വയോവൃദ്ധനായ മനുഷ്യൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പള്ളിയിലേക്ക് കടന്നു വന്ന ഒരു അറബി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ആ സഹോദരൻ പറയുന്നു, പാകിസ്ഥാനിയായ അദ്ദേഹം പറയുന്നു, ഞാൻ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് നാളെ, ലാസ്റ്റ് ഡേറ്റ് ആണ്. നാളെ എന്റെ ഭാര്യയും എന്റെ 2 പെൺകുട്ടികളും എന്റെ ഉമ്മയും എന്താകുമെന്നറിയാതെ ഞാൻ പ്രയാസപ്പെടുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്.
ആ അറബി കാറിൽ ചെന്ന് തന്റെ ബ്രീഫ് കേസ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെ പണമെടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഈ സാധുവായ മനുഷ്യനോട് കടം വീട്ടാൻ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ പൈജാമയുടെ കീശയിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്ത് ആ പാകിസ്ഥാനിയായ സഹോദരനോട് പറയുന്നു, ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് അങ്ങനെ ഒരാളൊരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ എന്താ ചെയ്യാം? ആധാർ കാർഡ് സൂക്ഷിക്കുന്നതിനേക്കാളും വലിയ ഗൗരവത്തോടെ സൂക്ഷിക്കും നമ്മൾ. ആ പാകിസ്ഥാനിയായ 80 വയസ്സുകാരൻ പറഞ്ഞു, ആ കാർഡ് എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ പള്ളിയിൽ വെച്ച് എന്റെ കടം വീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചത് നിങ്ങളോടല്ല, അള്ളാഹുവിനോടാ പ്രാർത്ഥിച്ചത്. നിങ്ങൾ വഴി എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ റബ്ബ് ഉത്തരം നൽകി. നാളെ എനിക്കൊരു പ്രതിസന്ധി വന്നാൽ നാളെയും ഞാൻ എന്റെ റബ്ബിനെ വിളിക്കും. റബ്ബ് മറ്റൊരാൾ വഴി എന്റെ പ്രശ്നം പരിഹരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസത്തിൽ ജീവിക്കുക. നാളെ എനിക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടല്ല, നിങ്ങളുടെ സഹായം കൊണ്ടല്ല, എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു നിങ്ങളിലൂടെ എനിക്ക് ഉത്തരം നൽകിയതുപോലെ നാളെ മറ്റൊരാളിലൂടെ ഉത്തരം നൽകും. ഈ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കടക്കണ്ടേ? നിങ്ങൾക്കറിയില്ലേ, ലോകത്തെ ഉറപ്പിച്ച ഒരു ബോക്സറായിരുന്നു അമേരിക്കയിൽ മുഹമ്മദ് അലി ക്ലേ. ലോകമറിയപ്പെട്ട 18-ാമത്തെ വയസ്സിൽ ഇടിക്കൂട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് തുടങ്ങി എതിരാളികളെ മലർത്തിയടിച്ച് ലോകത്തെ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു ബോക്സിംഗ് 3 തവണ ലോക ചാമ്പ്യനാണ് അദ്ദേഹം. ഒന്നാമത് 18-ാമത്തെ വയസ്സിൽ എതിരാളികളെ മലർത്തിയടിച്ച് ലോക ചാമ്പ്യനായി മാറിയ സമയത്ത് മുഹമ്മദ് അലി ക്ലേ പറഞ്ഞു, ഐ ആം ദി ഗ്രേറ്റ്. ഈ ലോകത്തെ ഏറ്റവും വലിയവൻ ഞാനാ. എന്നെ തകർക്കാൻ, എന്നെ തോൽപ്പിക്കാൻ, എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഭൗതിക ലോകത്ത് ഒരാൾക്കും വയ്യ എന്ന് പറഞ്ഞു മുഹമ്മദ് അലി ക്ലേ കാലമേറെ മുന്നോട്ട് പോകേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു. എന്താ അസുഖത്തിന്റെ പേര്? പാർക്കിൻസൺസ് രോഗമാണ് വന്നത്. നിന്ന് പറക്കുക. ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് മുഹമ്മദ് അലി ക്ലേ എഴുതി വെച്ചു, ഞാനല്ല, അല്ലാഹ് ഈസ് ദി ഗ്രേറ്റസ്റ്റ്. എന്നെക്കാൾ വലിയ ഒരു റബ്ബുണ്ട് മുകളിൽ. ലോക ചാമ്പ്യനെ കൊണ്ട് ഈ ഭൗതിക ലോകത്ത് പറയിക്കേണ്ടി വന്നു, എന്നെക്കാൾ വലിയ ഒരു റബ്ബ് മുകളിലുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ കടന്നു വരണം. അപ്പോഴേ നമ്മുടെ ഇബാദത്തുകളിൽ നമുക്ക് ആസ്വാദനം കടന്നു വരും. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് ക്ഷീണം മാറ്റുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കുമ്പോ വല്ലാത്തൊരടങ്ങേറ്, ഇപ്പൊ തീർന്നിട്ടല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖാമത്ത് കൊടുക്കാൻ സ്വഹാബത്തിനെ വിളിക്കൽ എങ്ങനെയെന്നറിയോ? അരിഹനാ ബിസ്സലാ, നമസ്കാരം കൊണ്ട് എനിക്കൊന്ന് റാഹത്തുത. നമസ്കാരം കഴിയുമ്പോ മനസ്സിലൊരു റാഹത്താണ്. എന്താ കാരണം? എനിക്കെല്ലാം തുറന്നു പറയാൻ കഴിയുന്ന എന്റെ റബ്ബിനോട് ഞാൻ എല്ലാം പറയുന്നു എന്ന് പറയുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരാശ്വാസമില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്റെയും നിങ്ങളുടെയും കൈകളിൽ വന്നാൽ നമ്മൾ ആ ഉത്തരവാദിത്വം കൊണ്ടിറക്കോ? ജനിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത് എങ്കിൽ തിരൂരങ്ങാടി യതീംഖാനയിൽ വളരണം റസൂലുള്ള. ജനിക്കുന്ന സമയത്ത് വാപ്പയെ കാണാത്ത പ്രവാചകർ. എഴുന്നേറ്റ് നടക്കാൻ പ്രായമാകുമ്പോഴേക്ക് ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്നെ സംരക്ഷിച്ച മൂത്താപ്പയും തനിക്ക് പിന്തുണ നൽകിയ വല്ലുപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്നെ അൽ അമീൻ എന്ന് വിളിച്ച്, വിശ്വസ്തനെന്ന് വിളിച്ച് അംഗീകരിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്തവർ അതേ നാവുകൊണ്ട് മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ചു. നടന്നു പോകുന്ന വഴികളിൽ കല്ലും മുള്ളും വലിച്ചെറിഞ്ഞു. സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ. നമ്മളൊക്കെ എന്താ, ഒരു പശുവിന്റെ ചീഞ്ഞളിയാത്ത കുടൽമാല കണ്ടാൽ സഹിക്കാൻ കഴിയില്ല. ദുർഗന്ധം നിമിത്തം പലരും തിരിഞ്ഞു നോക്കാൻ മടിക്കുന്ന സമയത്താണ് 9 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തു മാറ്റുന്നത്. നാട്ടിൽ മുസ്ലിമായി, മുവഹിദായി, ആദർശപരമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുമ്പോ ഉമ്മയുടെ നാട്ടിലേക്കാണ് ആടുവിടുന്നത്, ത്വായിഫിലേക്ക്. ഉമ്മയുടെ നാട്ടുകാർ കല്ലെറിഞ്ഞോടിച്ചു. ഒടുവിൽ മക്കയിൽ ജീവിതം സാധ്യമല്ല എന്ന ഒരുപാട് ആലോചനകളുടെ ഒടുവിലാണ് മദീനയിലേക്ക് കടന്നു പോകുന്നത്. അവിടെ അൻസാറുകളുടെ വീടുകളിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്നു. മരത്തിന്റെ മുകളിൽ കയറി ഇലകൾ ഭക്ഷിച്ച്
ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഇരുട്ടാണെന്ന് പറഞ്ഞപ്പോ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ, നിങ്ങൾക്കൊന്ന് വിളക്ക് കത്തിച്ചൂടെ? എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി? വെള്ളത്തിൽ ഒഴിക്കാൻ ഒലീവിന്റെ എണ്ണ ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാനും റസൂലുള്ളയും ആ എണ്ണ കുടിച്ച് പട്ടിണി മാറ്റുമായിരുന്നു എന്ന. വെള്ളത്തിൽ ഒഴിക്കാനുള്ള എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണ കുടിച്ച് ഞാനും റസൂലുള്ളയും ഞങ്ങളുടെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുമ്പോഴും ആദർശത്തോട് ചേർന്ന് നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പ്രതീക്ഷ എന്താ? അള്ളാഹു എന്റെ കൂടെയുണ്ട്, ആ റബ്ബെന്നെ കൈവിടൂല. മരത്തിൽ കെട്ടിയിട്ട് തൃശൂലം കൊണ്ട് ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ചത് അല്ലാഹു അക്ബർ, അള്ളാഹു എന്റെ കൂടെയുണ്ട്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോയി ചാട്ടവാറ് കൊണ്ട് പ്രേരിക്കുമ്പോഴും അള്ളാഹു അഹദ് എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അള്ളാഹ് എന്നെ കൈവിടൂല എന്നുള്ള ബോധം. തന്റെ വലത് കൈ ഏറ്റുപോകുമ്പോ ഇടത് കൈയിലേക്ക് പതാക മാറ്റിവെച്ചു. ഇടത് കൈ ഏറ്റുപോകുമ്പോ ഇസ്ലാമിക സൈന്യത്തിന്റെ പതാക നെഞ്ചോട് ചേർത്ത് ആ നെഞ്ചകം പുലർത്തുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ മനക്കരുത്ത് നൽകിയത് എന്റെ റബ്ബെന്നെ ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്തെങ്കിലും എന്നെ കൈവിടില്ല എന്ന ബോധം. പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരിച്ചറിവ് ഈ റമദാൻ എന്തിനാ? നമുക്ക് ആദർശത്തിൽ ജീവിക്കാൻ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഇബാദത്തുകളിൽ നിന്നും വ്യത്യസ്തമായി സിർറുൻ ബൈനൽ അബ്ദി വറബ്ബിഹി, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള രഹസ്യമായ ബന്ധമാണ് നോമ്പെന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നോമ്പ് തുറക്കുമ്പോ നമ്മുടെ പേരിൽ പ്രാർത്ഥനയുണ്ട്. തണുത്ത വെള്ളം കുടിക്കുമ്പോ, നോമ്പ് തുറന്ന് കാരക്ക തിന്ന് വെള്ളം കുടിക്കുമ്പോ നമ്മുടെ ദാഹം പോകും. ആ വെള്ളം നാടിഞരമ്പുകളിലൂടെ കടന്ന് ആ നാടിഞരമ്പുകൾ നനയും. മൂന്നാമത് പറയുന്നത് എന്താ? പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹു വിചാരിക്കണം, അതുറപ്പില്ല. വെള്ളം കുടിച്ചാൽ ദാഹം മാറും, അതുറപ്പാ. നാടിഞരമ്പ് നനയും, അതും ഉറപ്പാ. പക്ഷെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കണം. അതിനെന്തു വേണം? അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ നോമ്പ് നിൽക്കണം. ഒരു വാക്കുകൂടി, മദീനത്തെ പള്ളിയുടെ മിമ്പറിലേക്ക് കയറുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആമീൻ പറഞ്ഞു. രണ്ടാമതും ആമീൻ പറഞ്ഞു, മൂന്നാമതും ആമീൻ പറഞ്ഞു. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് റസൂലേ നിങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആമീൻ പറയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. എന്താ പ്രാർത്ഥനയിൽ ഒന്ന്? റമദാൻ കടന്നുപോയി, റമദാൻ കടന്നുപോയിട്ടും ആ റമദാനിലൂടെ പാപമോചനം നടത്തി സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവന് ശാപമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അവന് നരകമാണ് പ്രതിഫലം. ഈ പ്രാർത്ഥനക്കാണ് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞത്. റമദാൻ കടന്നുപോയിട്ട് സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവന് ശാപമുണ്ടാകട്ടെ, അല്ലെങ്കിൽ നരകമാണ് പ്രതിഫലം. അതിന് ആമീൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ലോകത്തെ പവിത്രമായ പള്ളികളിലൊന്നായ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ച പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ കൂട്ടത്തിലെ പ്രബലനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പിലൂടെ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നരകം കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ പരിധിയിൽ നമ്മൾ പെടില്ലേ? ആലോചിക്കുക, തിരുത്തണമെങ്കിൽ തിരുത്തുക, ഇല്ലെങ്കിൽ റമദാനിൽ സജീവമായി ആദർശത്തിന്റെ വഴികളിൽ മുന്നോട്ട് പോവുക. പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ രാപ്പകലുകളിൽ നാദാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അമൽ സ്വാലിഹാത്തുകളും ഞങ്ങൾ നിർവഹിക്കുന്നത് നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകളിൽ വല്ല അബാദത്തുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ പരലോകത്തിലേക്ക് മാറ്റിവെക്കാതെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. നോമ്പുകാർക്കായി തയ്യാറാക്കി വെച്ച റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി
ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ ഞങ്ങളുടെ മക്കളിലൂടെ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്ത് മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ വിധാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ألف بين قلوبنا وأصلح ذات بيننا ربنا تقبل منا دعاءنا وقيامنا وصلاتنا وأعمالنا يا رب العالمين وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله.